നമസ്കാരം. ഹെൽത്തി ആയിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ജിഞ്ചർ എയിൽ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ജിഞ്ചർ എയിൽ ഉണ്ടാക്കുന്നതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചി. ഞാനിവിടെ 2 കപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചതച്ചും എടുക്കാവുന്നതാണ്. ഇത് ഏകദേശം 250 ഗ്രാമോളം ഉണ്ട്. ഇതുപയോഗിച്ച് നമുക്കിനി ജിഞ്ചർ എയിൽ ഉണ്ടാക്കുന്നതിനുള്ള ജിഞ്ചർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിൽ 5 കപ്പ് വെള്ളം ചൂടാക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുക. പിന്നീട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് മീഡിയം തീയിൽ ഏകദേശം 15 മിനിറ്റ് നേരം വേവിക്കുക. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഈ ഇഞ്ചി തിളപ്പിച്ച വെള്ളം അരിച്ചെടുക്കണം. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജിഞ്ചർ സിറപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. വെള്ളം അരിച്ചെടുത്ത ശേഷം മിച്ചം വരുന്ന ഇഞ്ചി ഉപയോഗിച്ച് ഇഞ്ചി പച്ചടിയോ ഇഞ്ചി അച്ചാറോ അതല്ലെങ്കിൽ ഇഞ്ചി പുളിയോ ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. ഇഞ്ചി തിളപ്പിച്ച വെള്ളം അരിച്ചെടുത്ത ശേഷം അതേ പാനിലേക്ക് തന്നെ ഒഴിച്ച് വീണ്ടും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര നന്നായിട്ട് ഇളക്കി ലയിപ്പിക്കുക. തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇത് 10-12 മിനിറ്റ് നേരം തുറന്നു വെച്ച് തിളപ്പിക്കുക. ഇത് അല്പം ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടണം. നമ്മൾ 5 കപ്പ് വെള്ളം ഉപയോഗിച്ചാണ് ഇഞ്ചി വേവിച്ചത്. അത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 3.5 കപ്പോളം കിട്ടും. ഇനി ഇതിനെ ഇങ്ങനെ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് ഏകദേശം 2.5 കപ്പോളം ആക്കണം. ഇതിപ്പോൾ ഏകദേശം 12 മിനിറ്റ് ആയിട്ടുണ്ട്. ജിഞ്ചർ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഏകദേശം 1 മാസം വരെ ഇത് ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും. ഇനി ഇത് ഉപയോഗിച്ച് ജിഞ്ചർ എയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അല്പം മിൻറ്റ് ലീവ്സ്, പുതിനയില കൈകൊണ്ടൊന്ന് തിരുമ്മിയ ശേഷം ഇടുക. അതോടൊപ്പം തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, നാരങ്ങ നീര്, 1/4 കപ്പ് അതായത് 4 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ജിഞ്ചർ സിറപ്പ്, 1 കപ്പ് തണുത്ത സോഡ അല്ലെങ്കിൽ വെള്ളം. ഇനി ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് അല്പം ലെമൺ സ്ലൈസസും പുതിനയിലയും ആവശ്യമെങ്കിൽ ചേർക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജിഞ്ചർ സിറപ്പ് അല്പം കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് ജിഞ്ചർ എയിൽ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.